ആരുടെ ജാതകമാണ് ഏറ്റവും പൊരുത്തം നോക്കിയിട്ടുണ്ടോ? ഇല്ല, ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ടില്ല. നോക്കാറില്ല. അതെന്താ? അല്ല, പേടിയുണ്ടോ? അതെയോ? അല്ല, എന്തെങ്കിലും നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ വെറുതെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് ആസ്ട്രോളജീനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല ഇതൊക്കെ. പിന്നെ നമ്മൾ സിനിമയിലാവുമ്പോൾ പല കാര്യത്തിനും പല ആൾക്കാർ സമയമൊക്കെ നോക്കുമല്ലോ. അപ്പോൾ ചില സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസർ പറയും ഇന്ന് 9 മണിക്ക് മുമ്പ് ഷോട്ട് വെക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചാർട്ട് ചെയ്യും. ആരോടും അതിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. തർക്കമില്ല, ഇല്ല, വിശ്വാസമില്ല. ഞാൻ അതിൻ്റെ പിന്നാലെ പോകാത്തതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇല്ല, ലൈഫ് ഓരോരുത്തർക്കും ഓരോ ബിലീഫ്സ് ആണ്. അപ്പം അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നോക്കിക്കാണേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അത് അവരുടെ ബിലീഫായിട്ട് അങ്ങ് വിട്ടുകൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് ഇതുണ്ട്, അതായത് നമ്മളോട് നമ്മുടെ ഫ്രണ്ട് വന്ന് പറയുമല്ലോ, എൻ്റെ ജോത്സ്യൻ ഇങ്ങനെ പറഞ്ഞു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പ്രൊജക്ട് ചെയ്യാണ്, വല്ലാണ്ട് ഡിലേ വരുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും നിന്റെ ജോത്സ്യൻ എന്താടാ പറഞ്ഞേ, ഇത് എപ്പോൾ ശരിയാവുന്നാടാ പറഞ്ഞേ, അങ്ങനെയൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ടാവും അല്ലേ? ഞാനായിട്ട് എവിടെയും പോയി നോക്കിയിട്ടില്ല. ഇല്ല, ധ്യാനം നോക്കാറില്ല കേട്ടോ. ധ്യാനം കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ ആരോ ധ്യാനം കൂട്ടിയിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ധ്യാനം അങ്ങനെ അതിൽ വിശ്വാസം ഉണ്ടെന്ന്. അവിടെ പോയി പുച്ഛിച്ചിട്ട് വന്ന പോലെയൊക്കെയാണ് എനിക്കറിയുന്ന കഥ. എപ്പോഴും ഉള്ളവരെ പുച്ഛിച്ചിട്ട് തോന്നും, കഥ കേട്ടിട്ട് തോന്നും. അതെ അതെ. എന്നാലും ഇതിന്റെ പേരാണ് ഒരു ജാതി ജാതകം. എനിക്ക് ഞാൻ ഈ സിനിമയുടെ കുറെ അതിൻ്റെ കൂടെ യാത്ര ചെയ്ത സുബർക്കാരുടെ കൂടെ മോഹൻചേട്ടൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കഥകൾ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സിനിമ ഹിറ്റടിക്കുന്ന സിനിമയാണ്. അത് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തുടങ്ങാൻ ഈ 25 ഒരു ഹിറ്റടിക്കുന്ന സിനിമയായിരിക്കും. ആവട്ടെ. ജനുവരിയിൽ ഇറങ്ങിയ സിനിമയിൽ തുടക്കം തൊട്ട് രേഖാചിത്രം തൊട്ട് മമ്മൂക്കാടെ ചിത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഹിറ്റുകളാണ്. ജനുവരി അവസാനിക്കുമ്പോൾ ഇതും ഒരു ഹിറ്റിലേക്ക് തന്നെ പോട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥത ആഗ്രഹിച്ച് തന്നെ തുടങ്ങാം. അല്ല മൃദുലേ? തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പോവാം. മൃദുല ജാതകം നോക്കാറുണ്ടോ? പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസം. എൻ്റെ വീട് പയ്യന്നൂര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ്. അപ്പൊ അതിന് ചുറ്റും ഒരുപാട് ആസ്ട്രോളജിസ്റ്റ് ഉണ്ട്. ഈ പൊതുവാൾ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട്, ഓരോ 2 വീട് അപ്പുറത്ത് ഓരോ ബോർഡ് കാണാം, ഇന്ന് ആസ്ട്രോളജർ ഇന്ന് ആസ്ട്രോളജർ. അംബാനി മുതൽ അദാനി വരെ അവിടെ വന്ന് ജാതകം നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളും പോകും. അല്ല, അവര് പോകുന്നുണ്ടല്ല, എന്റെ ഇഷ്ടത്തിന് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എല്ലാ സിനിമ ബിടെക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കറക്റ്റ് സമയമൊക്കെ നോക്കാറുണ്ട്. അതിൽ വിശ്വാസമുണ്ട്, പറയുന്നതിന് എനിക്കൊരു മടിയില്ല. വിശ്വാസം എല്ലാവർക്കും വിശ്വാസമുണ്ട്, ഉള്ളിൽ വിശ്വാസമുണ്ട്, പുറത്ത് കാണിക്കാത്തവരായിരിക്കാം. പള്ളിയിൽ പോകണമെന്നില്ല വിശ്വാസത്തിന്, അല്ലേ? എൻ്റെ ആംഗിളിലുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അതായത് ഇത് നോക്കിയിട്ട് പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നോക്കാത്ത ആൾക്കാരും ഉണ്ട്. അങ്ങനെയുണ്ട്. അല്ല, അങ്ങനെ ഒത്തിരി പേരുണ്ടാവും. ഇനി എന്താ പറയണമെന്ന് പറയാൻ പറ്റുമല്ലോ. അതെ, അതുകൊണ്ട് ലൈഫ് എന്താണോ നമുക്ക് തരുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം എന്ന് വിചാരിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട്. എനിക്ക് മുമ്പ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രാവിലെ എല്ലാ ദിവസവും പൂജ ചെയ്യും. അപ്പൊ ഒരു ദിവസം പൂജ ചെയ്യാൻ വരുമ്പോൾ ഞാനായിരുന്നു ആ ക്യാമറയുടെ മുമ്പിൽ, ഞാൻ ഇന്ന് പൂജ ഒന്നും വേണ്ട, എടുത്ത് പോകാന്ന് പറഞ്ഞു. ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക, ഏർലി മോർണിംഗ് നല്ല ഷോട്ട്. അന്ന് പൂജ ആ ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറ ഒന്നും ഓൺ ആയില്ല. അതിനുശേഷം എനിക്ക് കുറച്ച് വലിയ വിശ്വാസം. അത് വലിയൊരു അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു പരസ്യം ഷൂട്ട് ആണെങ്കിലും പടം ഷൂട്ട് ആണെങ്കിലും എല്ലാ ദിവസവും പൂജ ചെയ്യും. എനിക്കത് ഭയങ്കര വിശ്വാസമാണ്. അത് സിനിമയിൽ നമുക്കുണ്ട് കേട്ടോ. അതായത് ലോങ് നൈറ്റ് ഒക്കെ പോകുന്ന ദിവസം രാവിലെ പൂജ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പോവില്ല. അപ്പോൾ മറ്റേ നമ്മൾ വിളിക്കുമല്ലോ, കത്തിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമല്ലോ, അപ്പൊ പോവില്ല. കാരണം ലോങ് നൈറ്റ് പോകുന്നതുകൊണ്ട് നീ പൂജ ചെയ്തുകൊണ്ടാ തീരാൻ താമസിച്ചെന്ന് പറയും. അപ്പൊ ചെറിയ ചാർട്ടൊക്കെ ആണെങ്കിൽ അപ്പൊ പോയി കത്തിച്ചു കൊടുക്കും. ഉച്ചക്കൊക്കെ തീരുന്ന പോലത്തെ വർക്കാണെങ്കിൽ ഇന്ന് ഞാൻ കത്തിക്കാം. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ പറഞ്ഞ പോലെ മൃദുലോന് വിശ്വാസത്തിന്റെ ഭാഗമാണ് എല്ലാവർക്കും. പിന്നെ ഇവിടെ ഏത് സമയത്ത് വീഡിയോ ചെയ്യുമ്പോഴും ജാതകം നോക്കിയിട്ടാ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. അലമ്പാക്കിയാലോ ചെയ്യണം. അലമ്പന്മാരാണല്ലോ ഇവര്. ഞാൻ ഇതുവരെ ജാതകമില്ല. പക്ഷെ ഞാൻ തമിഴ്നാട് നാർഗോലി പഠിച്ചോണ്ടിരുന്നപ്പോ ഒരു വട്ടം അതിനെന്നാ പറയുന്നത്, തമിഴ് ഇവിടെ കറക്റ്റ് പറയുന്നത് അത് തന്നെ. അപ്പൊ കന്യാകുമാരിയിൽ നമ്മൾ മറ്റേ സൺറൈസ് ഒക്കെ കാണാൻ പോയത്, രാവിലെ സൺറൈസ്. എന്നിട്ട് അതൊക്കെ മിസ് ചെയ്തിട്ട് മറ്റേ ചീട്ടൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ വലിയ സിവിൽ എഞ്ചിനീയർ ഒക്കെ ആവുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ 2 വർഷം കഴിഞ്ഞ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നും പറഞ്ഞ് പരിപാടിയൊക്കെ തുടങ്ങി. സമയമുണ്ടല്ലോ. അയ്യോ അതില്ല, ഇനി ശരിയാ.
ഇനി അതിനുള്ള സമയമില്ല. ഇല്ലല്ലോ. അയ്യോ, ഇനി സിവിൽ എഞ്ചിനീയറിംഗ് എന്നെ കൊണ്ട് പറ്റാത്ത, ഞാനും എൻ്റെ പാർട്ട്ണറും അവിടെ ഇരിക്കുന്ന സെബാസ്റ്റിനും കൂടെ പണ്ട് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഗ്രാജുവേറ്റ് ആയതിൻ്റെ രീതിയിൽ ഉമ്മ വീട്ടിൽ ഒരു മതിൽ പണയാൻ പറഞ്ഞിട്ട് ആ മതിൽ ഇപ്പോഴും വാർക്കാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കുകയാണ്. എന്നെ കൊണ്ട് പരിപാടി കിടക്കുക പറ്റില്ല. പക്ഷേ യൂട്യൂബ് ചാനൽ കിട്ടുന്ന വരുമാനം സിവിൽ എഞ്ചിനീയർ എവിടെ കിട്ടാനാ? അത് ഉമ്മാരടുത്തൊക്കെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ഉമ്മ ഇപ്പോഴും ഇപ്പോഴും ഉമ്മ ഇടയ്ക്ക് നമ്മുടെ അമ്മമാരില്ലേ, എന്നാലും നീ ആയ കാലത്ത് നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടുന്നതിൽ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ 1-1.5 മേടിച്ചുകൊണ്ട് വന്നാലും ഉമ്മ മോനെ എന്നൊക്കെ ചെയ്തിട്ട് അടുത്ത നിമിഷം മോനെ IAS എഴുതണ്ട പറക്കല്, ആ ഒരു കോൺഫിഡൻസ് ഉമ്മക്ക് എപ്പോഴും ഉണ്ട്. സോ ഇപ്പം ഞാൻ സിനിമയുടെ പുറകെ നടന്നാലും ഉമ്മ നാളെ പറയും, എടാ ഒരു പരീക്ഷ വന്നിട്ടുണ്ട്, അത് എഴുതിയാൽ നിനക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടും, സെറ്റ് ആവും. അതുപോലത്തെ അയ്യോ അതെ IAS അത് ഗംഭീരായിട്ടോ. അതിന് റേഷൻ കാർഡിൽ വരെ ഓരോ ഡൗട്ട് ഉണ്ട്. പക്ഷേ അതെ, അപ്പം ഞാൻ അങ്ങനെ വിശ്വാസം വെച്ച് അങ്ങനെ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. അല്ല, നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരവരെ വിശ്വാസമുണ്ട്. അല്ല, അതാണ് കറക്റ്റ് തന്നെ. പിന്നെ ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു കുറുക്കം കഴിഞ്ഞിട്ട് അടുത്ത കഥയിലേക്കാണ് മോഹൻചേട്ടൻ. എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ ഞാൻ ഈ കഥ കേട്ടോ, അതിന് മുമ്പ് കഥ കേട്ടാണ്. എനിക്ക് തോന്നുന്നു മോഹൻചേട്ടൻ ഫ്ലാറ്റിൽ പോകുമ്പോൾ കഥയൊക്കെ തീർന്നിരിക്കണ എന്നോട് പറയാറുണ്ട്. അതിനുശേഷമാണ് ഷൂട്ട് നടന്നത്. പെട്ടെന്ന് ഷൂട്ട് നടന്ന് കുറച്ച് വൈകിയാണെങ്കിലും റിലീസ് ചെയ്യേണ്ട സമയങ്ങളിൽ റിലീസാവുന്നു എന്നാണ്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന കുറേ ആർട്ടിസ്റ്റുകൾ, അതിനപ്പുറം നമ്മൾ ഫേമസ് ആയ ബ്ലോഗേഴ്സാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ ഒരു വലിപ്പം സിനിമയ്ക്ക് വലുതാണ്. ഈ സിനിമയുടെ മാർക്കറ്റിംഗ് ഇങ്ങനെ പോലും ഇൻ്റർവ്യൂ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഇവർ മാത്രം ചെയ്താൽ മതി ഈ സിനിമ പ്രേക്ഷക റൂമിലേക്ക് എത്താം. ഇവർ കൂട്ടം കൂടി ചെയ്താൽ ഇത് പ്രേക്ഷക റൂമിലേക്ക് എത്തും. ഇവരെ ഫോളോ ചെയ്യുന്നവരാണ് ഈ ലോകത്തുള്ള എല്ലാവരും. ഇവർ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത്തരം ആളുകളുടെ കൂടിയാണ് അഭിനയിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അല്ല, ഭയങ്കര ചെറിഷ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് ഒരു 2 മാസം മുമ്പാണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ 2-3 മാസം മുമ്പ് ആണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ആ ടൈമിലൊക്കെ ഇതിൽ ഏറ്റവും എനിക്ക് രസമായിട്ട് തോന്നിയത്, ഞാൻ തട്ടത്തിൻ മറയത്ത് കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് തലശ്ശേരി ഭാഷയിലുള്ളൊരു പടം ചെയ്തിട്ടില്ല. എന്നാ താൻ കേസുകൂടെയൊക്കെ കണ്ട സമയത്ത് എനിക്കിങ്ങനെ, നമ്മളിങ്ങനെ ആഗ്രഹിക്കുമല്ലോ ഇതുപോലെ നമ്മുടെ നാട്ടിലെ ഭാഷ പറയാൻ പറ്റുന്നൊരു സിനിമയുടെ പാർട്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത്രയും വർഷത്തിനിടയിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഈ സംഗതി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും ആ ലാംഗ്വേജിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹ്യൂമർ വരും. മലബാർ സ്ലാങ്ങിന് അങ്ങനെ ഒരു സാധനമുണ്ട്, ട്രിവാൻഡ്രം സ്ലാങ്ങിനുണ്ട്, അങ്ങനെ ചില തൃശ്ശൂർ സ്ലാങ്ങിനുണ്ട്. അപ്പോൾ അങ്ങനെ ചില ഏരിയയിലുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ആ ഹ്യൂമർ ഭയങ്കരമായിട്ട് ഉള്ള പോലെ ഫീൽ ചെയ്തിരുന്നു. ഇത് നറേറ്റ് ചെയ്ത് കേട്ടപ്പോഴും പിന്നെ വായിച്ചപ്പോഴും നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് ഫീൽ ചെയ്തിരുന്നു. ഇനി ഓഡിയൻസിന് അത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.